പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 19 ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, ആ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഒന്നോർത്ത് നോക്കി. കഴിഞ്ഞ പകൽക്കാലം നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ, ഭവനത്തിനകത്തായിരുന്നപ്പോൾ, ഭവനത്തിന് പുറത്തായിരുന്നപ്പോൾ സ്വർഗീയ സംരക്ഷണം തന്ന് നമ്മളെ ഒന്നിനും കുറവില്ലാതെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് ആ കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനോട് പറ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ല. അനേകർ മരുന്നുകൾ കഴിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നില്ലേ? കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം. അതുപോലെ തന്നെ രാത്രിക്കാലം ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് ഉണർത്തിയില്ലേ? നമ്മൾ ഉണർന്നതല്ല, കർത്താവ് നമ്മളെ ഉണർത്തിയത്. കരമുയർത്തി പറ, കർത്താവെ ഞാൻ ഉണർന്നതല്ല, അങ്ങനെ ഉണർത്തിയതാ. അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസ കണ്ണാൽ കണ്ടാട്ടെ കർത്താവ് നമ്മളെ നടത്തുന്നത്, അത്ഭുതകരമായി നടത്തുന്നത്, അതിശയകരമായി നടത്തുന്നത്. യഹോവ സർവശക്തനായ ദൈവം നമുക്ക് അനുകൂലമാണ്. ആ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നല്ല ഇടയനായി ഇന്ന് നമ്മളെ പരിപാലിച്ച് നമ്മളെ നടത്തുന്നതൊന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട്, അതേ അപ്പം അങ്ങ് നല്ല ഇടയനായി ഞങ്ങളെ ഇന്ന് പകൽക്കാലം അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 107 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അതിൻ്റെ 8ാമത്തെ വാക്യം പറഞ്ഞു, അവർ യഹോവയായ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ നാവിനെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് അനേകരോട് പറയുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. പിതാവേ, നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഈ ശബ്ദങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും ഏത് ദിക്കിലാണെങ്കിലും അങ്ങനെ മക്കളാണ് ഇവർ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാകിയാൽ സ്തോത്രം. ഇവർ ആയിരിക്കുന്ന ദേശം ഇവർ മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുമ്പോൾ ഇവർ മേൽ അങ്ങനെ അസാധാരണ ഗ്രേസ് വ്യാപരിക്കട്ടെ. ദൈവിക സമൃദ്ധിയും ദൈവിക സന്തോഷവും ദൈവിക സ്വസ്ഥതയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവർ പലർക്കും ഒരു അത്ഭുതമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ അനേകർക്ക് അത്ഭുതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിൻ്റെ ബലഹീനതകൾ, ക്ഷീണങ്ങൾ ഇപ്പോൾ നസ്രനായ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് ദൈവിക ജീവനെ റിലീസ് ചെയ്യുന്നു, ദൈവിക അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു, പരിശുദ്ധന്മാരുടെ ശക്തിയെ റിലീസ് ചെയ്യുന്നു. കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ അത്ഭുതമാക്കി തീർത്തിരിക്കുന്നതിന് സ്തോത്രം. എല്ലാ തരത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി സ്വസ്ഥമാകട്ടെ. അത്ഭുത സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഫിറ്റ്നസ് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകട്ടെ. എല്ലാ ഫിസിക്കൽ വീക്ക്നെസ്സും മാറി ഫിസിക്കൽ ഫിറ്റ്നസ് യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കണ്ണിനകത്തുനിന്ന് നിരന്തരമായി വെള്ളം വരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബുക്ക് വായിക്കുമ്പോൾ ബുക്കിനകത്ത് നോക്കുമ്പോൾ കണ്ണിനകത്തുനിന്ന് വെള്ളം വരുന്ന കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ കണ്ണിൻ്റെ അസ്വസ്ഥത നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ ജന്മവൈകല്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴി തുറന്നു വരട്ടെ, വഴി തുറന്നു വരട്ടെ, വഴി തുറന്നു വരട്ടെ. അത്ഭുതകരമായ വഴി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓപ്പണായിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
അതുപോലെ കർത്താവെ, കുടുംബ സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, ജീവിതത്തിൽ സന്തോഷമെന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നവർ, കർത്താവെ, ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ആയിരിക്കുന്ന കുടുംബം സമാധാനം കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ ദൈവിക സ്വസ്ഥത അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണം. അതുപോലെ കർത്താവെ, ലോകത്തെമ്പാടും ഇന്ന് കർത്താവെ സഭായോഗങ്ങൾ നടക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭായോഗങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവിക സംരക്ഷണം കൊടുക്കണം. ആകാശത്തു നിന്ന് കർത്താവ് മന്ന പൊഴിച്ച് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. അവർക്ക് ആത്മീക ശക്തി പ്രാപിപ്പാൻ, അവൻ ബലം പ്രാപിപ്പാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അസാധാരണ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമ്മളെല്ലാവരും കാണാതെ പറയുന്ന വാക്യമാണ്. 23-ാമത്തെ വാക്യം, സത്യനമസ്കാരികൾ, ദ ട്രൂ വർഷിപ്പേഴ്സ്, പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആമേൻ. അപ്പോൾ സത്യനമസ്കാരികൾ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്ത. അതായത് യഥാർത്ഥമായ ആരാധന ഒരാളുടെ ലൈഫിൽ നിന്ന് ഉയരുമ്പോൾ ആ ആളുടെ ജീവിതത്തിൽ, ആ ആളിൻ്റെ കുടുംബത്തിൽ യഥാർത്ഥമായ ദൈവ സാന്നിധ്യം ആകർഷിക്കപ്പെടുകയും ആ വ്യക്തി ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുകയും ചെയ്യും. ദൈവ സാന്നിധ്യത്താൽ ഒരാൾ നിറയപ്പെടുമ്പോൾ ആ ആളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. അവരുടെ ജീവിതം ദൈവിക അനുഗ്രഹത്തിനകത്തായിരിക്കും. കാരണം പ്രസൻസ്, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളും ഇല്ലായ്മകളും എല്ലാം പരിഹരിക്കപ്പെടാൻ തുടങ്ങും. പലപ്പോഴും നമ്മൾ ആരാധനയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു കുറച്ച് ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുമ്പോഴാണ് ആരാധന ആരംഭിക്കുന്നതെന്നും, ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ സ്റ്റോപ്പ് ആകുമ്പോൾ ആരാധന തീർന്നു എന്നുമാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ദൈവമക്കളുടെ ആരാധന എന്ന് പറയുന്നത്, വർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് എ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ആരാധന. ആമേൻ. അതായത് ഓരോ വാക്കും ആരാധനയായിരിക്കണം, നമ്മുടെ ഓരോ ആക്ഷൻസും ആരാധനയായിരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. അപ്പം അല്ലാതെ ആരാധന എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സഭാ ഹാളിൽ പോയി നിന്ന് കൈകൾ ഉയർത്തി ആരാധിക്കാൻ പറയുമ്പോൾ പാട്ട് പാടുന്നതല്ല. പക്ഷേ ആരാധന എന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാ നിമിഷവും ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ആരാധന നടക്കുന്ന സ്ഥലം അതൊരു യാഗപീഠം പോലെ ആയിത്തീരുക. അപ്പം ആ യാഗപീഠത്തിൽ എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. അപ്പോൾ നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നവരായിരിക്കണം. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധരം കൊണ്ട് മാത്രം സ്തുതിക്കുന്നവരല്ല. പലപ്പോഴും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു ഭാഗമാണ്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്നോട് അകന്നിരിക്കുന്നു. ആമേൻ. അപ്പം ആരാധന എന്ന് പറയുന്നത് ഗ്രീക്ക് മീനിങ് പറയുന്നത് ഇൻറ്റിമസി, സറണ്ടർ ആൻഡ് ടോട്ടൽ ഡിവോഷൻ. അതായത് ദൈവത്തോടുള്ള ആഴമേറിയ അടുപ്പമാണ്, ദൈവഹിതത്തിനുള്ള കീഴ്പ്പെടലുകളാണ്, ദൈവത്തിനായിട്ടുള്ള സമർപ്പണമാണ് ആരാധന. ആമേൻ. അല്ലാതെ നമ്മൾ ജസ്റ്റ് കൈ ഉയർത്തുകയും 2 പാട്ട് പാടുകയും ചെയ്യുന്നത് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആഴമായ ബന്ധമാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവഹിതത്തിനുള്ള കീഴ്പ്പെടലുകളാണ് ആരാധന എന്ന് പറയുന്നത്. ആമേൻ. കർത്താവിന് വേണ്ടി നമ്മളെ സമർപ്പിച്ചിരിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരത്തെ ആമേൻ ദൈവത്തിന് സമർപ്പിപ്പീൻ. ആമേൻ. ദൈവത്തിന് പ്രസാദകമായ യാഗമായി സമർപ്പിപ്പീൻ. ആമേൻ. അപ്പം ഈ സ്തുതികളുടെ മേലെ കർത്താവ് വന്ന് വസിക്കുന്ന സങ്കീർത്തനം 22 പറയുന്നുണ്ട്. അപ്പം ആ സ്തുതിയാകുന്ന നമ്മൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം നമ്മൾ ആരാധന എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ കാണുന്ന ആരാധനയില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുള്ളതാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കണം. ആമേൻ. നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നിടത്തെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തണം. കുരിശ് ലേഖനം 3:17 പറഞ്ഞില്ലേ, അപ്പോൾ ആൻഡ് വാട്ട് എവർ യു ഡു, അത് വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും അതാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
പിതാവിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്തായി മാറണം? ആരാധനയായി മാറണം. ആഴ്ചയിൽ ഒരിക്കലുള്ള ആരാധനയല്ല വേണ്ടത്, നിരന്തരം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കർത്താവിനെ ഇഷ്ടപ്പെട്ടു, കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിന് കീഴ്പ്പെട്ട്, കർത്താവിന് പ്രസാദകരമായി എവിടെ നിൽക്കുമ്പോഴും നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ലൈഫായിരിക്കണം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആരാധിക്കുന്നു. ആമേൻ. അവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, വേദനാജനകമാണ്, സന്തോഷമുള്ളതല്ല. ഹല്ലേലൂയ. പക്ഷെ അവരെന്ത് ചെയ്തു? അവരവിടെ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിച്ചു. അവർ ഒരു വിടുതലിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയൊന്നും ആരാധിച്ചില്ല. അവർക്ക് അവിടെ നിന്നപ്പോൾ അവർ കർത്താവ് ആരാണ്, അവരുടെ ആരാധന അവരുടെ ജീവിത ശൈലിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു കർത്താവിനെ ആരാധിച്ചു. അവരവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്ത്? കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, അത്ഭുതം സംഭവിച്ചു. അപ്പം എന്തു ചെയ്യും? ദൈവ സാന്നിധ്യം, ആരാധന, നമ്മുടെ ജീവിതം ആരാധനയായി മാറുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറും. അറ്റ്മോസ്ഫിയർ മാറുക മാത്രമല്ല, ദൈവ സാന്നിധ്യത്തെ അവിടേക്ക് കൊണ്ടുവരുവാൻ ഇടവരും. അപ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോൾ അവിടെ വിടുതലുകൾ നടക്കും, അവിടെ നിറവുണ്ടാകും, അവിടെ ആശ്വാസമുണ്ടാകും, അവിടെ സമാധാനമുണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ലൈഫ് ഈസ് വർഷിപ്പ്. പോക്കും വരവും, ഓഫീസിനകത്തും വീടിനകത്തും എല്ലാം കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതാണ് ആരാധന. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് തന്നെ അത് സാധ്യമായെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവാത്മാവിൻ്റെ സഹായം എപ്പോഴും അവൈലബിളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണം. ആമേൻ. എനിക്ക് എൻ്റെ ജീവിതം ആരാധനയായി മാറുവാൻ, എപ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചുള്ള ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങനെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കും. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകൽ നമ്മുടെ ജീവിതം ഒരു ആരാധനയായി മാറട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ ഓരോ ദിവസങ്ങളും കർത്താവിന് പ്രസാദകരമായ ദിവസങ്ങളായി മാറട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയായി മാറണം. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളുടെ നടപ്പ്, നോട്ടം, ഭാവം എല്ലാം അങ്ങേക്ക് പ്രസാദമായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ സഹായകൻ. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അങ്ങയുടെ സഹായമില്ലാതെ യേശുവായെ പ്രസാദിപ്പിക്കാൻ, അപ്പയെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.